ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോറിലേഷൻ എന്ന് പറയുന്ന പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ആരംഭിക്കുന്നത്. ആ ഒരു കോറിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചില തിയററ്റിക്കൽ പോർഷൻസ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാം. അതിൽ വരുന്ന പ്രോബ്ലംസ് നെക്സ്റ്റ് ക്ലാസ്സുകളിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് QT എന്ന് പറയുന്ന ഒരു പാർട്ട് നേരത്തെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ പല വിദ്യാർത്ഥികളും ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് നമ്മൾ QT എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ ആരംഭിക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട് കൂടുതൽ ഉണ്ടാകുന്നതിനനുസരിച്ചാണ് നമ്മൾ കൂടുതൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുക. അപ്പൊ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ ഒരു ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം. രണ്ടാമത്തെ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്, കോറിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അതായത് കോറിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വാരിയബിൾസ് ആണ്. രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോറിലേഷൻ യൂസ് ചെയ്യുന്നത്. അതായത് കോറിലേഷൻ ഈസ് യൂസ്ഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ടു മെഷർ ഹൗ സ്ട്രോങ് എ റിലേഷൻഷിപ്പ് ഈസ് ബിറ്റ്വീൻ ടു വാരിയബിൾസ്. രണ്ട് വാരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട് പഠിക്കുന്നത്. അതായത് രണ്ട് വാരിയബിൾ കോറിലേറ്റഡ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? ഇഫ് എ ചേഞ്ച് ഇൻ വൺ വാരിയബിൾ റിസൾട്ട് ഇൻ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ അതർ വാരിയബിൾ. ഒരു വാരിയബിളിൽ ഉണ്ടാകുന്ന മാറ്റം കറസ്പോണ്ടിങ് ചേഞ്ചസ് മറ്റൊരു വാരിയബിളിലും ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോറിലേഷൻ, അല്ലെങ്കിൽ ആ രണ്ട് വാരിയബിൾ കോറിലേറ്റഡ് ആണെന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പ്രൈസ്, ഡിമാൻഡ് നമ്മൾ നോർമലി പഠിക്കുന്നതാണ്, എക്കണോമിക്സിലൊക്കെ പഠിക്കുന്നതാണ്. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ആ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കുറയുന്നു. ഓക്കെ, ഇനി ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് കുറയുന്നതിനനുസരിച്ച് അതിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പൊ ഇവിടെ രണ്ടും കോറിലേറ്റഡ് ആണ്. ഒന്നിൽ ഉണ്ടാകുന്ന മാറ്റം മറ്റൊന്നിൽ മാറ്റം ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുണ്ടാകുന്ന ചേഞ്ചസ്, ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഇവിടെ കോറിലേഷനിലൂടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കോറിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിമ്പിൾ ഡെഫിനിഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് AM ട്വിറ്റൽ എന്ന് പറയുന്ന ആള് ഡിഫൈൻ ചെയ്തതാണ്, അനാലിസിസ് ഓഫ് കോവാരിയേഷൻ ഓഫ് ടു ഓർ മോർ വാരിയബിൾസ് ഈസ് യൂഷ്വലി കോൾഡ് കോറിലേഷൻ. സിമ്പിൾ ആണ്, അനാലിസിസ് ഓഫ് കോവാരിയേഷൻ ഓഫ് ടു ഓർ മോർ വാരിയബിൾ ഈസ് യൂഷ്വലി കോൾഡ് കോറിലേഷൻ. ഓക്കെ, അപ്പൊ കോറിലേഷൻ എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വാരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പഠിക്കുന്നതാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇറ്റ് മെഷേഴ്സ് ദി സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ ടു വാരിയബിൾ. രണ്ട് വാരിയബിൾ തമ്മിലുള്ള സ്ട്രെങ്ത്, അതിന്റെ അസോസിയേഷൻ തമ്മിലുള്ള സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട്, അതായത് ഇതിന്റെ ഡയറക്ഷനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഒന്നുകിൽ പോസിറ്റീവ് ഡയറക്ഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ഡയറക്ഷൻ, ഒന്നുകിൽ ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, അവിടെ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആകാം. ദി വാല്യൂ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യന്റ് യൂഷ്വലി റെപ്രസെന്റഡ് യൂസിങ് സിമ്പൽ R. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കോറിലേഷൻ കോഎഫിഷ്യന്റിനെ നമ്മൾ കാണിക്കുക R എന്ന് പറയുന്ന സിമ്പൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? R എന്ന് പറയുന്ന സിമ്പൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നോർമലി കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഓർമ്മിക്കുക, R ആണ് നമ്മൾ നോർമലി കോറിലേഷൻ കോഎഫിഷ്യന്റിന് വേണ്ടിയിട്ട് സിമ്പൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി വിൽ ഓൾവേസ് റേഞ്ചസ് ഫ്രം -1 to +1. ഇത് കൂടെ ഓർമ്മിക്കുക, കോറിലേഷൻ വാല്യൂ -1ന്റെയും +1ന്റെയും ഇടയിലുള്ള വാല്യൂസ് ആയിരിക്കും. ഒന്നുകിൽ -1 അല്ലെങ്കിൽ +1 അല്ലെങ്കിൽ അതിനിടയിലുള്ള വാല്യൂസ് ആണ് എന്ത് വരിക? കോറിലേഷൻ വാല്യൂസ് വരിക എന്നുള്ളതാണ്. ഓക്കെ, 3 റിസൾട്ടുകളാണ് കോറിലേഷനിലൂടെ കിട്ടുക. ഒന്നുകിൽ ഫസ്റ്റ് വൺ എന്താണ്? ഒന്നാമത്തത് പോസിറ്റീവ് കോറിലേഷൻ ആകാം, അല്ലെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ ആകാം, അല്ലെങ്കിൽ നോ കോറിലേഷൻ. പോസിറ്റീവ് കോറിലേഷൻ ആകാം, അല്ലെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ ആകാം, അല്ലെങ്കിൽ തീരെ കോറിലേഷൻ ഇല്ലാത്തതും ആകാം. അപ്പൊ 3 തരത്തിൽ കോറിലേഷൻ വരും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് കോറിലേഷൻ ആണ്. കോറിലേഷന്റെ ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തത് ഫസ്റ്റ് വൺ എന്താണ്? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ, പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് കോറിലേഷൻ, ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ,
ദെൻ നെക്സ്റ്റ് സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. ഇത്രയുമാണ് കോറിലേഷന്റെ ടൈപ്സ് വരുന്നത്. നമുക്ക് ഓരോന്നിനെ നോക്കാം. അതിൽ ഒന്നാമത്തതാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. ആദ്യം എന്താണ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് നോക്കാം. അതായത് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത് ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന മാറ്റം മറ്റൊരു വേരിയബിളിൽ ഉണ്ടാക്കുന്ന മാറ്റവും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അതിനെ എന്ത് പറയും? നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ഓക്കെ, അതായത് ദി കോറിലേഷൻ ഈസ് സെഡ് ടു ബി പോസിറ്റീവ് when the variable move together towards the same direction. അതായത് ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേ വേരിയബിളും എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അത്തരത്തിൽ വരുന്നതാണ് നമ്മൾ ഇവിടെ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരാളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു, ഒരാളുടെ വരുമാനം വർദ്ധിക്കുന്നു. ഈ വരുമാനം കൂടുന്നതിനനുസരിച്ച് അയാളുടെ സേവിങ് ഹാബിറ്റും കൂടുകയാണ്. ഓക്കെ, അയാളുടെ സേവിങ്സും എന്ത് ചെയ്യാണ്? സേവിങ്സ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തില് ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന മാറ്റം മറ്റൊരു വേരിയബിളിലും സെയിം പ്രൊപ്പോർഷനിൽ അല്ലെങ്കിൽ സെയിം ഡയറക്ഷനിൽ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ്, സെയിം ഡയറക്ഷനിലാണ് അവിടെ മൂവ്മെന്റ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ഓക്കെ, അത് ഇൻക്രീസ് ആകാം അല്ലെങ്കിൽ ഡിക്രീസ് ആകാം, സെയിം ഡയറക്ഷൻ ആണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് എന്ന് പറയും. ഇനി ഇവിടെ നമ്മൾ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ പോസിറ്റീവ് പറഞ്ഞു, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് വെൻ ദേ മൂവ് ടുവാർഡ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് ഒരു വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ചസ് മറ്റൊരു വേരിയബിളിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മാറ്റം ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെന്ത് പറയും? നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ഉദാഹരണത്തിന് നമ്മൾ നോർമലി പറയുന്ന പ്രൈസും ഡിമാൻഡും. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. അപ്പൊ ഇവിടെ എന്താണ്? ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റൊന്ന് ഡിക്രീസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഒന്ന് ഡിക്രീസ് ചെയ്യുമ്പോൾ മറ്റൊന്ന് ഇൻക്രീസ് ആണ്. ഇത്തരത്തിൽ വരുന്നതിനെ നമ്മൾ എന്ത് പറയും? നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. അപ്പോൾ ഒരു ക്ലിയർ പിക്ചർ പോസിറ്റീവ് കോറിലേഷൻ എന്താണ്, നെഗറ്റീവ് കോറിലേഷൻ എന്താണെന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് കോറിലേഷൻ ആണ്. എന്താണ് പെർഫെക്റ്റ് കോറിലേഷൻ, എന്താണ് ഇംപെർഫെക്റ്റ് കോറിലേഷൻ? ഫസ്റ്റ് നമുക്ക് പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറയാം. ഇപ്പൊ രണ്ട് വേരിയബിൾ, ഈ രണ്ട് വേരിയബിളിലും പെർഫെക്റ്റ്ലി കോറിലേറ്റഡ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? if the change in value of one variable is exactly proportional to the change in the value of other. അതായത് ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന മാറ്റം 2 രൂപ ഇൻക്രീസ് ചെയ്യുന്നു, അതേ അളവിൽ മറ്റു വേരിയബിളിലും എന്ത് ചെയ്യുന്നു? മാറ്റം ഉണ്ടാക്കുന്നു, ഒന്നുകിൽ ഡിക്രീസ് അല്ലെ ഇൻക്രീസ് ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതെന്താണ്? പെർഫെക്റ്റ് കോറിലേഷൻ ആണ്. ഓക്കെ, അതായത് ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് റേറ്റിലാണ്. ഓക്കെ, രണ്ട് വേരിയബിളും നമ്മൾ ഇഫ് ദ വാല്യൂ ഓഫ് ദി വേരിയബിൾസ് ആർ ചേഞ്ച്ഡ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ്, രണ്ടിന്റെയും വേരിയബിൾസിൽ ഉണ്ടാകുന്ന മാറ്റം ചേഞ്ചസ് എന്താണ്? ഒരു കോൺസ്റ്റന്റ് റേറ്റ് ആണെങ്കിൽ അത് പെർഫെക്റ്റ് കോറിലേഷൻ ആണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പെർഫെക്റ്റ് കോറിലേഷന്റെ വാല്യൂ ഒന്നുകിൽ +1 ആയിരിക്കും, അതായത് പെർഫെക്റ്റ്ലി കോറിലേഷൻ, അല്ലെങ്കിൽ -1 ആയിരിക്കും. ഇതിനെന്താണ്? മറ്റേതെന്താണ്? +1 എന്നാണ് പെർഫെക്റ്റ്ലി പോസിറ്റീവ് കോറിലേഷൻ ആണ്, -1 എന്നാണ് പെർഫെക്റ്റ്ലി നെഗറ്റീവ് കോറിലേഷൻ ആണ്. ഒന്നുകിൽ പെർഫെക്റ്റ്ലി പോസിറ്റീവ് കോറിലേഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇഫ് ദി വാല്യൂ ഓഫ് പെർഫെക്റ്റ്ലി കോറിലേറ്റഡ് വേരിയബിൾസ് ആർ പ്ലോട്ടഡ് ഓൺ എ ഗ്രാഫ്, ഒരു ഗ്രാഫിലൂടെ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ we will get a straight line. ഓക്കെ, ഇപ്പൊ പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറഞ്ഞാല് രണ്ട് വേരിയബിൾ ഉണ്ടാകുന്ന മാറ്റം ഒരു കോൺസ്റ്റന്റ് റേറ്റ് ആണെങ്കിൽ അവിടെയാണ് നമ്മൾ പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇഫ് ദി വാല്യൂ ഓഫ് ദി വേരിയബിൾസ് ആർ ചേഞ്ച്ഡ് അറ്റ് ഡിഫറെന്റ് റേഷ്യോ, ഡിഫറെന്റ് റേഷ്യോയിലാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പ്രൊപ്പോർഷൻ ഡിഫറെന്റ് പ്രൊപ്പോർഷനിലാണ് ചേഞ്ചസ് ഉണ്ടാകുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഇംപെർഫെക്റ്റ് കോറിലേഷൻ. നേരത്തെ പറഞ്ഞ ഒരേ പ്രൊപ്പോർഷനിൽ മാറ്റം ഉണ്ടാകുമ്പോൾ അത് എന്താണ്? പെർഫെക്റ്റ് കോറിലേഷൻ ആണ്. ഇംപെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് റേഷ്യോ, ഡിഫറെന്റ് പ്രൊപ്പോർഷനിലാണ് രണ്ട് വേരിയബിളിലും മാറ്റം ഉണ്ടാകുന്നത്. അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാല്യൂ ഓഫ് ഇംപെർഫെക്റ്റ് കോറിലേഷൻ ലൈസ് ഇൻ ബിറ്റ്വീൻ -1 ആൻഡ് +1 ആണ്. -1ന്റെയും +1ന്റെയും ഇടയിലാണ് ഇംപെർഫെക്റ്റ് കോറിലേഷന്റെ വാല്യൂസ് നോർമലി വരുന്നത്. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് കോറിലേഷൻ എന്താണ്, ഇംപെർഫെക്റ്റ് കോറിലേഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നെക്സ്റ്റ് വൺ ആണ് ലീനിയർ ഓർ നോൺ ലീനിയർ കോറിലേഷൻ.
എന്താണ് ലീനിയർ ഓർ നോൺ ലീനിയർ കോറിലേഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് said to be linear when the ratio of change in between the two variables is constant. ഇവിടെ നമ്മൾ നോക്കുന്നത് റേഷ്യോ ആണ്. രണ്ട് വേരിയബിൾ ഉണ്ടാകുന്ന മാറ്റം അതിന്റെ റേഷ്യോ കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഓക്കെ, റേഷ്യോ കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ ലീനിയർ റിലേഷൻഷിപ്പ് ആണെന്ന് പറയും. നേരത്തെ നമ്മളൊരു റേറ്റ് ആണ്, ഇപ്പൊ 2 രൂപയാണെങ്കിൽ രണ്ടിലും ഒരേ റേറ്റ് തന്നെ. ഇവിടെ റേഷ്യോ എന്താണ്, ഡിഫറെന്റ് ആണ് വരുന്നത്, അല്ലെങ്കിൽ സെയിം ആണ് വരുന്നത്. ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ലീനിയർ ആകും എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതിന്റെ ചേഞ്ചസ് നോക്കുമ്പോൾ നമ്മൾ അവിടെ അതിന്റെ റേഷ്യോ എന്താണ്, കോൺസ്റ്റന്റ് ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ ലീനിയർ റിലേഷൻഷിപ്പ് ആണ്. ഇനി നോൺ ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ഡസ് നോട്ട് ബിയർ കോൺസ്റ്റന്റ് റേഷ്യോ. ഒരു വേരിയബിൾ ഉണ്ടാകുന്ന മാറ്റം മറ്റൊരു വേരിയബിൾ ഉണ്ടാകുന്നത് ഒരു കോൺസ്റ്റന്റ് റേഷ്യോയിലല്ലെങ്കിൽ, അതായത് ഇതിനെ നമ്മൾ ഗ്രാഫിലോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഗ്രാഫ് എന്തായിരിക്കും, ഒരു കർവ് രൂപത്തിലാണ് വരുന്നത്. നേരത്തെ ഒരു സ്ട്രെയിറ്റ് ലൈൻ രൂപത്തിലാണ് നമുക്ക് കിട്ടുക. ലീനിയർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവിടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ റിലേഷൻഷിപ്പ് ആണ്, അല്ല സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നോൺ ലീനിയറിന്റെ കേസിൽ ഇവിടെ നമുക്ക് കിട്ടും എന്താണ്, ഒരു കേവ് ആണ്. കേവി കോറിലേഷൻ എന്ന് പറയും, ലീനിയർ കോറിലേഷൻ എന്ന് ഇതിനെ പറയും. ഓക്കെ, ഇനി സിമ്പിൾ, പാർഷ്യൽ, മൾട്ടിപ്പിൾ കോറിലേഷൻ ആണ് അടുത്ത ടൈപ്സ് വരുന്നത്. അതായത് സിമ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദി കാൽക്കുലേഷൻ ഈസ് ഡൺ ബിറ്റ്വീൻ ടു വേരിയബിൾസ് ഓൺലി. നമ്മൾ രണ്ട് വേരിയബിളിനെ കുറിച്ച് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ പ്രൈസും ഡിമാൻഡും, ഇൻകം എക്സ്പെൻഡിച്ചർ, ഓക്കെ, ഇൻകവും അതേപോലെ തന്നെ നമ്മുടെ ഡിമാൻഡും ഇത്തരത്തിൽ വരുന്നു. ഇനി മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞാലോ, മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞാല് മോർ ദാൻ ടു വേരിയബിൾസ് ആർ ഷെഡ്യൂൾ. രണ്ട് വേരിയബിൾ അല്ല, രണ്ടിൽ കൂടുതൽ വേരിയബിൾസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അപ്പൊ ഇവിടെ ക്വാണ്ടിറ്റി, ഡിമാൻഡ്, പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ്, ഇൻകം ഓഫ് ദി കൺസ്യൂമേഴ്സ്, ഇതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അങ്ങനെ പഠിക്കുന്നതാണെങ്കിൽ അതെന്താണ്, ഒരു മൾട്ടിപ്പിൾ ടൈപ്പ് ആണ്, മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് കോറിലേഷൻ ആണ്. സിമ്പിൾ ആവുമ്പോൾ നമ്മൾ രണ്ടെണ്ണത്തിനെ കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. മോർ ദാൻ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ മൾട്ടിപ്പിൾ ആവുമ്പോൾ നമ്മൾ മോർ ദാൻ ടു, രണ്ടിൽ കൂടുതൽ വേരിയബിളിനെ കുറിച്ച് പഠിക്കുന്നു. ഇനി പാർഷ്യൽ കോറിലേഷൻ എന്ന് പറഞ്ഞാല് ഇഫ് ഓൺലി 2 ഔട്ട് ഓഫ് 3, അതായത് 3 വേരിയബിൾ ഉണ്ട്, പക്ഷെങ്കിൽ അതിൽ നമ്മൾ രണ്ടെണ്ണത്തെ കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. പ്രൈസും ഡിമാൻഡും ഇൻകവും, ഓക്കെ, ഇതിൽ നമ്മൾ പ്രൈസും ഡിമാൻഡിനെ കുറിച്ച് മാത്രം പഠിക്കുന്നു. അപ്പൊ പാർഷ്യൽ കോറിലേഷൻ എന്ന് പറഞ്ഞാല് 3 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും നമ്മൾ രണ്ടെണ്ണം മാത്രമേ പഠിക്കുന്നുള്ളൂ എങ്കിൽ അതിനെ എന്ത് പറയും, പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ സിമ്പിൾ കോറിലേഷൻ എന്താണ്, മൾട്ടിപ്പിൾ കോറിലേഷൻ എന്താണ്, പാർഷ്യൽ കോറിലേഷൻ ആണ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നോക്കി. ഓക്കെ അല്ലേ? ഇനി ഇതിൽ വരുന്നത് യൂസസ് ഓഫ് കോറിലേഷൻ ആണ്. കോറിലേഷന്റെ യൂസസ് എന്തൊക്കെയാണ്? അതിൽ ഒന്നാമത്തെ വരുന്നത് ജസ്റ്റ് നോക്കി പോവാം. എക്കണോമിസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റഡി ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ലൈക്ക് പ്രൈസ്, ഡിമാൻഡ്, സപ്ലൈ, ഇൻകം, കൺസംഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞ സാധനമാണ്. അപ്പോൾ ഒരു എക്കണോമിസ്റ്റ് യൂസ് ചെയ്യുന്നത് പ്രൈസും ഡിമാൻഡും ഇൻകവും കൺസംഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കാനാണ്. അതാണ് ഒന്നാമത്തെ യൂസസ്. രണ്ടാമത്തെ യൂസസ് എന്താണ്? ഒരു ഫേം യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ടു സ്റ്റഡി ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അഡ്വർടൈസ്മെന്റ്, സെയിൽസ്, വേജസ്, പ്രൊഡക്ടിവിറ്റി. ഒരു ഫേം ഉപയോഗിക്കുക, അഡ്വർടൈസ്മെന്റ്, സെയിൽസ്, അതേപോലെ സപ്ലൈ, അഡ്വർടൈസ്മെന്റ്, സെയിൽസ്, അതേപോലെ വേജസ്, പ്രൊഡക്ടിവിറ്റി, ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാനാണ് ഒരു ഫേം ഈ ഒരു കോറിലേഷൻ അപ്ലൈ ചെയ്യുന്നത്. ഇനിയോ ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്നതിനാണ് പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ നോക്കാൻ. ഓക്കെ, ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നു. ഇനി നോർമലി നമ്മൾ പഠിക്കുന്നതാണ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ മെഷറിംഗ് ദി ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ലൈക്ക് ഇൻകം, എക്സ്പെൻഡിച്ചർ, പ്രൈസ്, സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കോറിലേഷൻ നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് കോറിലേഷൻ ഈസ് യൂസ്ഡ് ആസ് ദി ബേസിസ് ഓഫ് കാൽക്കുലേറ്റിംഗ് റിഗ്രഷൻ. നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ട റിഗ്രഷന് ആവശ്യമായിട്ടുള്ള ഒരു ബേസിസ് ആയിട്ട് കോറിലേഷൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ പഠിക്കുന്നത് ലിമിറ്റേഷൻസ് ആണ്. കോറിലേഷന്റെ ലിമിറ്റേഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ്. കോറിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ എക്സിസ്റ്റൻസ് മാത്രമാണ് പറയുന്നത്. രണ്ട് വേരിയബിൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നതിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഒന്നാമത്തെ ലിമിറ്റേഷൻ ആണ്. ബട്ട് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ഒരു കാര്യകാരണ ബന്ധം എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്രസ് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ ലിമിറ്റേഷനിൽ ഒന്നാമത്തെ എന്താണ്, ഇവ രണ്ട് വേരിയബിൾ തമ്മിൽ റിലേറ്റഡ് ആണെന്ന് പറയും, കോറിലേറ്റഡ് ആണെന്ന്. പക്ഷെങ്കിൽ അതിന്റെ കാര്യകാരണ ബന്ധങ്ങളെ കുറിച്ച് ഇതിൽ പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ. ഇനി നെക്സ്റ്റ് വൺ, കോറിലേഷൻ കോഎഫിഷ്യന്റ് അസ്യൂംസ് ലീനിയർ റിലേഷൻഷിപ്പ് റിഗാർഡ്ലെസ് ഓഫ് അസംഷൻ ഈസ് കറക്റ്റ് ഓർ നോട്ട്.
നമ്മുടെ അസംഷൻ അനുമാനം കറക്റ്റ് ആണോ അല്ലയോ എന്നൊന്നും നമ്മൾ നോക്കാതെ അതിന്റെ ഒരു ലീനിയർ റിലേഷൻഷിപ്പിനെ മാത്രമാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, എക്സ്ട്രീം ഐറ്റംസ് ഓഫ് വേരിയബിൾസ് ആർ ബീങ് അൺഡ്യൂലി ഓപ്പറേറ്റഡ് ഓൺ കോറിലേഷൻ കോഎഫിഷ്യന്റ്. അതായത് നമ്മൾ ഒരു എക്സ്ട്രീം ലെവൽ ഐറ്റംസിനെ, അതായത് ഏറ്റവും അത്യുന്നതിൽ നിൽക്കുന്ന ഐറ്റംസ്, അപ്പൊ ആ ഒരു ലെവല്, ആ ഒരു ഐറ്റംസിന്റെ ലെവൽ വെച്ചുകൊണ്ടാണ് അത് നമ്മൾ കോറിലേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തില് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ അല്ല? അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ലിമിറ്റേഷൻസ് വരുന്നത്. ഇനി ഇതിൽ നമ്മൾ കോറിലേഷനിൽ പഠിക്കുന്ന വേറൊരു സാധനമാണ്, ഒരു ടൈപ്പാണ് സ്പീരിയസ് കോറിലേഷൻ എന്ന് പറയും. അതായത് ഇവിടെ എക്സിസ്റ്റൻസ് ഓഫ് കോറിലേഷൻ ഉണ്ട്, പക്ഷെങ്കിൽ ബട്ട് നോട്ട് കോറിലേറ്റഡ് ആണ്. അതായത് refers to the existence of correlation between two or more variable but not related. അതായത് due to either coincided or presence of some other factors ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് കോറിലേഷൻ ബിറ്റ്വീൻ ഹൈറ്റ് ഓഫ് ദി എംപ്ലോയി ആൻഡ് സാലറി റിസീവ്ഡ്. അപ്പൊ രണ്ട് വേരിയബിൾ തമ്മിലുള്ള എക്സിസ്റ്റൻസ് ഉണ്ടെങ്കിലും പക്ഷെങ്കിൽ അത് എന്തല്ല, റിലേറ്റഡ് അല്ല. അത്തരത്തിൽ വരുന്നതാണ് എന്ത്, സുപ്പീരിയസ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി ടെക്നിക്സ് ഫോർ മെഷറിംഗ് കോറിലേഷൻ. നമ്മൾ നോർമലി കോറിലേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്സുകൾ ഏതൊക്കെയാണ്? അതിൽ ഗ്രാഫിക് മെത്തേഡ് ആണ് സ്കാറ്റർ ഡയഗ്രാം കോറിലേഷൻ ഗ്രാഫ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ആണ് കാൾ-പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ, കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇതില് ഗ്രാഫിക് മെത്തേഡ് അതിൽ വരുന്നതാണ് കോറിലേഷൻ ഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് കോറിലേഷൻ ഗ്രാഫ് പ്രകാരം നമ്മൾ ചെയ്യുന്നത് ബോത്ത് ടു വേരിയബിൾസ് ആർ ഷോൺ ഓൺ വൈ ആക്സിസ്. രണ്ട് വേരിയബിൾസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, വൈ ആക്സിസിൽ കാണിക്കുന്നു. ഓക്കെ, ആൻഡ് ദി ഡോട്ട് റിലേറ്റിംഗ് ടു ദീസ് വേരിയബിൾസ് ആർ ജോയിന്റ് സെപ്പറേറ്റ് സോ ആസ് ടു ഗെറ്റ് ടു കർവ്. അതിനനുസരിച്ച് നമുക്ക് രണ്ട് കർവ് കിട്ടുകയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ടു കർവ് മൂവ് ഇൻ സെയിം ഡയറക്ഷൻ. ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അതെന്താണ് പോസിറ്റീവ്, നേരത്തെ നമ്മൾ പഠിച്ചാണ്, പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. കർവ് മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും, നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. സ്കാറ്റർ ഡയഗ്രാം ആണ് രണ്ടാമത്തെ വരുന്നത്. സ്കാറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്പേഴ്സൺ അല്ലെങ്കിൽ സ്പ്രെഡ് ഓഫ് ദി ഡോട്ട്സ് ഓൺ ദി ഗ്രാഫ് ആണ്. ഗ്രാഫിൽ നമ്മൾ കുറെ ഡോട്ടുകൾ ഇങ്ങനെ ഇട്ട് കാണിക്കും. അത് നെക്സ്റ്റ് നമ്മൾ കാണിച്ചു തരാം. മോഡൽ ഇതാണ്, ഇത്തരത്തിൽ ഡോട്ടുകൾ ഇട്ടുകൊണ്ട് കാണിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ സ്കാറ്റർ ഡയഗ്രാം ഈസ് എ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ബൈവാരിയേറ്റ് ടു വേരിയബിൾസ് ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഈസ് യൂസ്ഡ് ടു ഷോ ദി റിലേഷൻ ബിറ്റ്വീൻ ദോസ് വേരിയബിൾ എക്സ് ആൻഡ് വൈ. അതായത് ഇവിടെ നമ്മൾ ഡോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ഇതേ രീതിയിൽ എന്ത് ചെയ്യുന്നു, മൂവ് സെയിം ഡയറക്ഷൻ ആണ്, ഇതേ രീതിയിൽ വരും. ഇനി സീറോ കോറിലേഷൻ, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, അതായത് താഴോട്ടേക്ക് പോകുന്നു. ഇനി ഹൈ പോസിറ്റീവ് കോറിലേഷൻ, ഹൈ നെഗറ്റീവ് കോറിലേഷൻ, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ അതിന്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ ആ ഗ്രാഫ് മനസ്സിലാവും. അപ്പൊ അത് എന്താണ് വാല്യൂസ് എന്നുള്ളത് നെക്സ്റ്റ് നമ്മൾ കാൾ-പിയേഴ്സൺസ് പറയുന്ന സമയത്ത് പറയും. അതായത് 0+1 എങ്ങനെയാണ് വരുന്നത്, 0 എന്ന് പറയുന്നത് സീറോ കോറിലേഷൻ, പെർഫെക്റ്റ് നെഗറ്റീവ് ആവുമ്പോൾ -1 ആയിരിക്കും, പെർഫെക്റ്റ് പോസിറ്റീവ് ആവുമ്പോൾ +1 ആയിരിക്കും, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് സ്കാറ്റർ ഡയഗ്രാം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡോട്ടുകൾ അപ്ലൈ ചെയ്തുകൊണ്ടാണ് സ്കാറ്റർ ഡയഗ്രാം പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ അല്ലെ? ഇനി നമ്മൾ കാൾ-പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ 3 പഠിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇതിൽ പ്രോബ്ലം ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തതാണ് കാൾ-പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. അതായത് കാൾ-പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, അതായത് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ R എന്നുള്ളത് അപ്ലൈ ചെയ്തിട്ടാണ് പറയുന്നത്. R ആണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. നോർമലി ഇത് +1ന്റെയും അതേപോലെ -1ന്റെയും ഇടയിലാണ് കാൾ-പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് വാല്യൂ വരുന്നത്. അതായത് ഇഫ് ദർ ഈസ് എ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾ, വാല്യൂ ഓഫ് കോറിലേഷൻ എന്തായിരിക്കും, +1 ആയിരിക്കും. ഇനി പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആവുമ്പോൾ എന്തായിരിക്കും, -1 ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ജസ്റ്റ് ഇവിടെ നോക്കുക, ഇന്റർപ്രിട്ടേഷൻ ഓഫ് വാല്യൂ ആണ്. അതായത് +1 ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം എന്താണ്, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഇത് ഈ ഒരു ബോക്സ് നമ്മൾ ആദ്യം പറയുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. ഇത് മനസ്സിലാവുന്ന എപ്പോഴാണ്, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ആ പ്രോബ്ലത്തിന്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇപ്പൊ 0.5 ആണ് അല്ലെങ്കിൽ 0.9 ആണ്. അപ്പൊ അവിടെ നമ്മൾ അതിനെ വെച്ചുകൊണ്ട് ഈ ടേബിൾ വെച്ച് അവസാനം ഇന്റർപ്രിട്ടേഷൻ കൊടുക്കും അല്ലെങ്കിൽ കൺക്ലൂഷൻ കൊടുക്കും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ആ സമയത്ത് കറക്റ്റ്ലി മനസ്സിലായിക്കോളും. അപ്പൊ ഇവിടെ +1 എന്ന് പറഞ്ഞാല് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. +0.752 +1 ആണെങ്കിൽ ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. +0.5 0.75 ആണെങ്കിൽ മോഡറേറ്റ് ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. അപ് ടു 0.5 +0.5 ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ. -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ്.
-0.75 ടു -1 ആണെങ്കിൽ ഹൈ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. -0.5 ടു -0.75 ആണെങ്കിൽ മോഡറേറ്റ് ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ. അപ് ടു -0.5 ലോ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ. 0 എന്ന് പറയുന്നത് നോ കോറിലേഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ കോറിലേഷൻ വാല്യൂ നമ്മൾ അവസാനം കണ്ടു കഴിഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണെന്നുള്ളത്, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ അതിന്റെ ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഈ ഒരു ടേബിൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാരണം നമ്മൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്താണോ കിട്ടുന്നത്, ഇപ്പൊ ഉദാഹരണം നിങ്ങൾക്ക് -0.3 ആണ് കിട്ടുന്നത്, അപ്പൊ എവിടെ വരും? -0.3 എന്ന് പറയുന്നത് ഇവിടെ വരും. ഓക്കെ, അപ് ടു 0.5 എന്നുള്ളത് -0.5 എന്നുള്ളത് ലോ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. അത്തരത്തിലാണ് നമ്മൾ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്ന പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് അതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നെക്സ്റ്റ് നമ്മൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ തിയറിറ്റിക്കൽ പാർട്ട് നമ്മൾ കുറച്ച് സ്പീഡിലായിട്ട് എടുത്തു പോയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. തിയറി ആയതുകൊണ്ട് കൂടുതൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും വായിച്ചു നോക്കി കഴിഞ്ഞാൽ. പക്ഷെ നെക്സ്റ്റ് വരുന്ന പ്രോബ്ലംസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ക്ലാസ്സുകൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനനുസരിച്ച്, കൂടുതൽ ആളുകൾ കാണുന്നതിനനുസരിച്ചാണ് നമ്മൾ കൂടുതൽ ക്ലാസ്സുകൾ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. വീണ്ടും കാണാം. താങ്ക് യു.